പാലക്കാട്, കാസർഗോഡ് ജില്ലകൾ കടുത്ത വരൾച്ചയെ നേരിടേണ്ടി വരുമെന്ന് പഠന റിപ്പോർട്ട്. സൗത്ത് വെസ്റ്റ് മൺസൂണിന് ശേഷം ലഭിക്കേണ്ട മഴ കുത്തനെ കുറഞ്ഞതാണ് കാരണം. കാസർഗോഡ് ജില്ലയിൽ 39%, പാലക്കാട് 38% വരെ മഴയുടെ അളവിൽ കുറവുണ്ടായെന്നാണ് CWRDMന്റെ കണക്ക്. ഈ കുറവ് ഭൂഗർഭജലത്തിന്റെ അളവിലും പ്രകടമായി തുടങ്ങി. സൗത്ത് വെസ്റ്റ് മൺസൂണിൽ 23% മഴ കൂടുതലായി കേരളത്തിൽ ലഭിച്ചിരുന്നു. എന്നാൽ പ്രളയമായതിനാൽ തന്നെ ഭൂഗർഭജല പരിപോഷണം നടന്നില്ല. തുടർന്ന് ഒക്ടോബർ, നവംബർ, ഡിസംബർ മാസങ്ങളിൽ ലഭിക്കേണ്ട മഴയിൽ 15% കുറവുണ്ടായി. തൊട്ടുപിന്നാലെ ജനുവരിയിലും ഫെബ്രുവരിയിലും മഴ ലഭ്യത കുറഞ്ഞു. ഇതാണ് സംസ്ഥാനം കടുത്ത വരൾച്ചയിലേക്ക് നീങ്ങുന്ന സാഹചര്യം ഉണ്ടാക്കിയത്. കാസർഗോഡ്, പാലക്കാട് ജില്ലകളിലാണ് നിലവിലെ കണക്കുകൾ അനുസരിച്ച് വരൾച്ച ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുക. തൃശൂരിൽ 30%, കൊല്ലത്ത് 20%വുമാണ് മഴ കുറവ് അനുഭവപ്പെട്ടത്. ഒന്നിച്ചു കൂട്ടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏറ്റവും കൂടുതൽ വരൾച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ല എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയാണ്. ലഭ്യമാവേണ്ട മഴയിൽ 39% ഈ ഒരു പീരീഡിൽ കുറവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഫീൽഡ് വിസിറ്റ് തന്നെ അവിടെയുള്ള ഒട്ടുമിക്ക ജലാശയങ്ങളിലും, അപ്പോൾ നദിയായാലും കുളങ്ങളായാലും വല്ലാതെ രീതിയിൽ വരണ്ട് ഉണങ്ങുന്ന ഒരു സ്ഥിതിവിശേഷം വന്നിട്ടുണ്ട്. വരൾച്ചയുടെ കാഠിന്യം വ്യക്തമാക്കുന്നതാണ് ഭാരതപ്പുഴ ഉൾപ്പെടെയുള്ള ജലാശയങ്ങളിലെ ജലനിരപ്പ് താഴ്ന്നതെന്നും പഠനങ്ങൾ പറയുന്നു. ഇത്തവണ വേനൽ മഴ കുറയാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ചൂട് ക്രമാതീതമായി ഉയരുകയും ചെയ്തതോടെ ജലാശയങ്ങളെല്ലാം അതിവേഗം വറ്റിവരളുകയാണ്. മാർച്ച് മാസത്തിൽ വേനൽ മഴ ലഭിച്ചില്ലെങ്കിൽ അടുത്ത 3 മാസം കടുത്ത വരൾച്ചയാകും കേരളം നേരിടുക. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1, കോഴിക്കോട്.